ഇവിടെ ആരംഭത്തിൽ നാം ദൈവവചനം പഠിക്കുന്നത് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നിന്നാണ്. നമുക്ക് പരിചയമുള്ള വിശ്വാസവീരന്മാരെ കുറിച്ചാണ് അതിന്റെ വാക്യങ്ങളിലൊക്കെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗോത്രപിതാക്കന്മാർ, ഗോത്രപിതാക്കന്മാരുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പല ആഴ്ചകൾ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം ഓടിച്ചു പോയ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ 18 വരെയുള്ള വാക്യങ്ങളിലൊക്കെ അവിടെയൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കുന്ന വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങളാണല്ലോ. ജോസഫ് വരെയുള്ളതായ കാര്യങ്ങൾ, അതിന്റെ താഴെ വരെയുള്ളതായ മോശയുടെ വിഷയം തുടങ്ങുന്ന വരെ 22 വരെയുള്ള വാക്യങ്ങൾ മൊത്തത്തിൽ ഗോത്രപിതാക്കന്മാരെ കുറിച്ചുള്ളതാണ്. എന്നാൽ ഇടയ്ക്ക് ഒരു പ്രബോധനം നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ആ പ്രബോധനം 13-ാം വാക്യം മുതലുള്ളതാണ്. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ച് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിന് സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അനുമേണിൽ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ അതിന്റെ തൊട്ടുമുള്ള വാക്യത്തിൽ വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്ത് എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഇവിടെ വിശ്വാസവീരന്മാരുടെ പട്ടിക പറഞ്ഞു വരുമ്പോൾ സാറായെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ ചില വേദപണ്ഡിതന്മാര് അതിന്റെ ട്രാൻസ്ലേഷനിൽ അല്പ വ്യത്യാസം വരുത്തുന്നുണ്ട്. അതിന്റെ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അബ്രഹാം സാറായോടുകൂടെ എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നതെന്ന് ചിലർ പഠിപ്പിക്കുന്നു. അതത്ര സ്വീകാര്യമായിട്ട് ഞാൻ വായിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ സാറായുടെ വിശ്വാസത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സാറായെ കുറിച്ച് പലപ്പോഴും ഹാഗാറിനെ ഇടയ്ക്ക് കൊണ്ടുവന്നത് കൊണ്ട് വിശ്വാസം കുറഞ്ഞ ആളായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ആക്ച്വലി ഒന്ന് നാം ചിന്തിച്ചു നോക്കിയാൽ സാറായുടെ വിശ്വാസവും വളരെ വലുതാണ്. സാറായും അബ്രഹാമും തമ്മിൽ 10 വർഷത്തെ വ്യത്യാസമുണ്ട്. ദൈവം അബ്രഹാമിനോടാണ് ഇടപെട്ടത്. ഇതെല്ലാം വിട്ടിട്ട് എവിടാ പോകുന്നതെന്ന് അറിയാൻ വയ്യാത്ത ദേശത്തേക്ക് പോകുക എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. പോകാൻ തുടങ്ങിയപ്പോൾ സാറ അതനുസരിച്ച് അബ്രഹാമിനോട് സംസാരിച്ചത് ദൈവശബ്ദമാണെന്ന് ഏറ്റെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാതെ പോകുന്ന സാറയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അതുപോലെ പിന്നീടുള്ള ജീവിതയാത്രയിലൊക്കെയും അബ്രഹാമിന്റെ വിശ്വാസത്തിന് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ടാണ് സാറയെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. സാറായും അബ്രഹാമും വർഷങ്ങൾ കാത്തിരുന്ന് മക്കളെ ജനിച്ചില്ലല്ലോ. ഇസ്ഹാക്കിനെ കുറിച്ചുള്ള വാഗ്ദത്തമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ 89 വയസ്സ് സാറായ്ക്കായപ്പോൾ 99 വയസ്സ് അബ്രഹാമിനായപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് സാറയിൽ നിന്ന് തന്നെ മകൻ ജനിക്കുമെന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരിടത്ത് വായിക്കുന്ന അബ്രഹാം കവണു വീണ് ചിരിച്ചു, സാറ ചിരിച്ചു. രണ്ടുപേരും ചിരിച്ചതായിട്ട് 2 ഭാഗത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ചിരിയെ നമുക്കൊരു അവിശ്വാസമായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്ക് അങ്ങനെ ചിന്ത വന്ന ഉടനെ തന്നെ ദൈവം അതിന്റെ ഒരു ഒറ്റമൂലിയാണ് പറഞ്ഞത്. എന്താണ്? ദൈവത്താൽ അസാധ്യമായ വല്ല കാര്യമുണ്ടോ, ദൈവത്താൽ അസാധ്യമായ വല്ല കാര്യമുണ്ടോ എന്നുള്ള ശബ്ദത്തിങ്കൽ അവരതിന് കീഴ്പ്പെടുവാൻ തക്കൊന്നിടയായിട്ടൊന്നും അക്ഷരികമായി മാനസിക രീതിയിൽ യാതൊരു രീതിയിലും ആശയില്ലാത്ത സ്ഥാനത്ത് അവർ ദൈവത്തെ അതുപോലെ വിശ്വസിച്ചതിന്റെ ഫലമായി ദൈവം മഹാത്ഭുതം അവർക്ക് വേണ്ടി ചെയ്തത് കാണുവാൻ തക്കൊന്നിടയായിത്തീരുന്നു. ഇവിടെ വായിച്ചതായ ഈ പ്രബോധനം ഈ എബ്രായ ക്രിസ്ത്യാനികളോട് പറയുന്നത് എന്താണ്? അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അത് തന്നെ നമ്മൾ വാക്യം തന്നെ എടുത്തു നോക്കിയാൽ അപ്പോൾ അധികം നല്ലത് ഏതാ? അധികം നല്ലത് സ്വർഗീയമായതാ, ഹെവൻലിയാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളത് അല്ല, ബെറ്ററായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളതാണ്. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ
കാക്ഷിച്ചിരുന്നു. ഭൗതികമായിട്ടുള്ളത് അതല്ല ഏറ്റവും നല്ലത്, സ്വർഗീയമായതാണെന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ, ഈ പിതാക്കന്മാരുടെ ജീവിതത്തിൽ കാണുവാനായി സാധിക്കുന്നത്. ഭൗതികമായതിനേക്കാൾ സ്വർഗീയമായത് നല്ലതാണെന്ന് ഉള്ള അറിവ് ലഭിക്കണമെങ്കിൽ എന്തു വേണം? വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ അറിവ് ഉണ്ടാകുവാനായിട്ട് കഴിയുള്ളൂ. എന്ന് വേറെ രീതിയിൽ പറഞ്ഞാൽ, അകത്തെ കണ്ണ്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർക്ക് മാത്രമേ ലോകത്തിലെ കാര്യങ്ങൾ ഇത് നല്ലതല്ല എന്നും സ്വർഗീയമായ കാര്യമാണ് ഏറ്റവും നല്ലതെന്നും കാണുവാൻ കഴിയുന്നത് ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടുള്ളവർക്കാണ്. പൗലോസ് കൊലോസ്യലേഖനത്തിൽ പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ആ ഹെവൻലി തിങ്സിനെ കുറിച്ചുള്ള ആ ചിന്ത വരണമെങ്കിൽ ആ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് അവിശ്വാസമുള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അബ്രഹാം ചെയ്തത്, താൻ പാർത്തിരുന്ന സ്വന്തം പട്ടണം, തന്റെ പിതാവ്, സഹോദരങ്ങള്, കുടുംബക്കാര്, ഇവരെയൊക്കെ വിട്ടിട്ട് എവിടാ പോകുന്നതെന്ന് അറിയാതെ പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് തന്റെ ഹൃദയത്തിൽ ആ കാഴ്ച ഉണ്ടായതുകൊണ്ടാണ്. ഭൂമിയിൽ തന്നെ ചുറ്റിപ്പറ്റിയുള്ള അബ്രഹാമിന്റെ പിതാവോ അല്ലെ അബ്രഹാം താമസിച്ചിരുന്ന സാഹചര്യമോ അത് നല്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ഒരു പണക്കാരന്റെ വീട്ടിൽ ജനിച്ച ആ പണക്കാരനായി ജീവിച്ചിരുന്ന അബ്രഹാമാണ്. പക്ഷെ അതെല്ലാം വിട്ടിട്ട് ദൈവം പറഞ്ഞതുപോലെ ഒന്നുമില്ലാത്ത, ഒന്നും കാണാത്ത അവസ്ഥയിൽ ഇറങ്ങിപ്പോകുവാൻ തക്ക ഇടയായി തീർന്നത് മറ്റൊന്നുമല്ല, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസമാണ്. തന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതിന്റെ ഫലമായിട്ടാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്ന അതിന്റെ ഫലമായി തനിക്ക് അബ്രഹാമിനുണ്ടായിരുന്നത് പിതൃദേശമൊക്കെ വിട്ടിട്ട് പോകുന്നുവെങ്കിലും ദൈവം ഒരു ദേശം ഒരുക്കി, ഒരു പട്ടണം ഒരുക്കി. അങ്ങനെ വിടേണ്ടതെല്ലാം വിട്ടുകഴിഞ്ഞപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഒരു നഗരം ഒരുക്കി, അവർക്ക് വേണ്ടി വീടൊരുക്കി. ഇതെല്ലാം ദൈവം അവർക്ക് വേണ്ടി ഒരുക്കുവാൻ തക്കമിടയായി തീർന്ന ആ കാഴ്ചപ്പാടോടുകൂടി അവരിറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ വായിച്ചു, അവര് എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ടു. ദൂരത്തു നിന്ന് കണ്ടു എന്ന് പറയുമ്പോൾ എന്താണ്? ആ കാലത്തെയാണ് കാണിക്കുന്നത്. ഭൂമിയിൽ നിന്നുകൊണ്ട് ഇനി ഭാവി ലഭിക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ സമീപത്തിലാണ്. ഈ അവർക്ക് വാഗ്ദത്തം ചെയ്ത പ്രോമിസ്ഡ് ലാൻഡ് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗം വളരെ അടുത്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഈ പിതാക്കന്മാർക്ക് ലഭിച്ചത് 1500, 2000, 3000 ഒരുപക്ഷെ കാലക്കണക്ക് എല്ലാം എക്സാക്ട് ആണെന്ന് പറയാനൊക്കത്തിൽ ഒരുപക്ഷെ ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പെയൊക്കെ ആയിരിക്കും ഇവർക്ക് ഇത് ഹാബേലിന്റെ ജീവിതകാലത്തൊക്കെ ഇത് ലഭിക്കുവാൻ തക്കമിടയായി തീർന്നു. പക്ഷെ ആ ദൂരത്ത് നിന്ന് ഇത് കാണുവാൻ തക്കമാണ് ആ കാഴ്ച ലഭിച്ചത് എന്താണ്? വിശ്വാസമാകുന്ന ആ ടെലസ്കോപ്പിലൂടെ അവർ നോക്കിയത് കൊണ്ടാണ്. അക്ഷരീയം കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ വിശ്വാസത്തിന്റെ ടെലസ്കോപ്പിലൂടെ, ആ ദൂരയാതിരിയിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവർക്കത് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, നാം വായിച്ച ഭാഗത്ത് എഴുതിയിരിക്കുന്ന, അവര് ദൂരത്ത് നിന്ന് കണ്ടു, അഭിവന്ദിച്ചു എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട്, വിശ്വാസത്തിന്റെ കരങ്ങൾ കൊണ്ട് അതിനെ ആലിംഗനം ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവരുടെ ജീവിതത്തിൽ മനസ്സിലായത് ഭൗതികമായതെല്ലാം നശിച്ചു പോകുന്നതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ഭൂമിയിൽ എന്തുണ്ടെങ്കിലും എല്ലാം വാട്ടം, മാലിന്യം, ക്ഷയമുള്ളവയാണ്. നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. എത്ര വലിയ പണം നാം സമ്പാദിച്ചിരുന്നാലും ഈ പണമെല്ലാം നഷ്ടപ്പെടാൻ അധിക നേരമൊന്നും വേണ്ട. ഒരു ചെറിയ ഭൂമി കുലുക്കം, ഒരു ചെറിയ കാറ്റ്, നമുക്കറിയാം ഈ അടുത്ത സമയത്ത് ഉണ്ടായതായ വലിയ കാറ്റുകൾ, എർത്തുകേക്കുകൾ, പിന്നെ ഏതെങ്കിലും കഠിന ഹൃദയനായ ഭാവിയുടെ മനസ്സിൽ ദുർബുദ്ധി തോന്നി ഒരു പ്ലെയിനെ അയച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ പോക്ക്, അസറ്റ്സുകളെല്ലാം നഷ്ടമായി തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് നോക്കിയാൽ, അതുകൊണ്ട് ഭൗതികമായ എത്ര ഇവിടെ സമ്പാദിച്ചാലും എന്തെല്ലാം നമുക്കുണ്ടായിരുന്നാലും ഇതെല്ലാം ക്ഷണികമാണ്, ഇല്ലാതെയായിത്തീരുന്നതാണ്. ഭൗതികമായതെല്ലാം നിലനിൽക്കാത്തതാണ്. ആരോഗ്യം, ഇവിടെ ഇരിക്കുന്ന
ഇരിക്കുന്നവർക്കൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ കുറച്ച് പ്രായമുള്ളവരോട് ചോദിച്ചാൽ ആവുന്ന കാലത്ത് അവരുടെ യൗവന കാലത്ത് എങ്ങനെയൊക്കെ നടന്നിരുന്നവരാണ്, എന്തെല്ലാം ചെയ്യാനുള്ള ആരോഗ്യവും കരുത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും പറയുന്ന ഒന്ന് കുനിയാൻ തന്നെ വിഷമമാണ്, ഒന്ന് നീങ്ങാൻ തന്നെ വിഷമമാണ്. കാരണം ഈ ശരീരത്തിലും ഈ ആരോഗ്യത്തിലും ഒന്നും നമുക്കൊന്നും പ്രശംസിക്കാനില്ല. ഇതെല്ലാം ക്ഷണികമാണ്, ഇതെല്ലാം മാറിപ്പോകുന്നതാണ്, ഇതെല്ലാം തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണ്. സൗന്ദര്യമോ ആരോഗ്യമോ പണമോ ഇതെല്ലാം ഭൗതികം, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ സ്വർഗീയമായത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതൊരിക്കലും നഷ്ടമാകുന്നതല്ല, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത രീതിയിലുള്ളതാണ്. ആ കാഴ്ചപ്പാട് ലഭിക്കുന്നത് അകത്തെ കണ്ടു പ്രകാശിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. രക്ഷയുടെ അനുഭവം പ്രാപിച്ചവർക്ക്, യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന ഒരു ദൈവത്തിൽ മാത്രമേ ആ കാഴ്ചപ്പാട് ഉണ്ടാകുകയുള്ളൂ. അകത്തെ കണ്ണ് പ്രകാശിച്ചവർക്ക് ഈ ഭൂമിയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഇതെല്ലാം കൊച്ചു കാര്യമായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. എന്നാൽ അകത്തെ കണ്ണ് പ്രകാശിക്കാത്തിടത്തോളം കാലം ഈ ഭൂമിയിലെ കാര്യം എല്ലാം വലുതായിട്ട് തോന്നും. സ്വർഗത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ ലഘുവായിട്ട് മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ. അപ്പോൾ അതാണ് ഒരു ദൈവപൈതലിന്റെയും ഒരു വിശ്വാസിയുടെയും ജീവിതം തമ്മിലുള്ളതായ വ്യത്യാസം. ഒരു കാലത്ത് എല്ലാം വിട്ട് ഇറങ്ങി പുറപ്പെട്ട ദൈവമക്കൾ ലോകം മായയാണ്, ഇത് ചപ്പാണ് ചവറാണ് എന്ന് പറഞ്ഞ് വലിയ സാക്ഷ്യമൊക്കെ പറഞ്ഞ് ദൈവമക്കളായുള്ളവര് ആളിന്റെ അത്രയും സ്റ്റാറ്റസിൽ വന്നിട്ടില്ലെങ്കിൽ അതിലെല്ലാം കുറ്റവും പറയുന്നവര് കുറച്ചു കഴിഞ്ഞ് ഈ വിട്ടതൊക്കെ തിരിച്ചെടുത്താൽ അതിന്റെ അർത്ഥം എന്തുവാ? അകത്തെ കണ്ണ് കുരുടായി പോയെന്ന, കാഴ്ച പോയി എന്നാണ് അതിന്റെ അർത്ഥം. അകത്തെ കാഴ്ച ശരിയായിട്ടുണ്ടെന്നൊരിക്കല് ആ കാഴ്ചപ്പാട് ഒടുവരെ നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതാണ്. പുറത്തെ കണ്ണിന്റെ കാഴ്ച കുറയുമ്പോഴാണ് അകത്തെ കണ്ണിന് കാഴ്ച വർദ്ധിക്കുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ കവിഞ്ഞ മിന്നുന്ന ഒരു വലിയ വെളിച്ചം തന്നെ കണ്ണിലടിച്ച് താൻ അല്പസമയത്തേക്ക് അന്ധനായി തീർന്നു, കാഴ്ചയില്ലാത്തവനായി തീർന്നു. പക്ഷേ അതോടുകൂടി തന്റെ അകത്തെ കണ്ണിന് കാഴ്ച വർദ്ധിക്കുകയാണ് ചെയ്തത്. അകത്തെ കണ്ണ് തോറും നമ്മൾ വായിക്കുന്നു, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. ഈ അക്ഷരീയ കണ്ണിനെ കുറിച്ചല്ലത് പറയുന്നത്. അവർക്ക് സ്വർഗീയമായ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, ഉയരത്തിലെ കാര്യങ്ങൾ, നിലനിൽക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. എന്നാൽ ദൈവം തന്റെ പ്രകാശം നമ്മിൽ അയച്ചു കഴിയുമ്പോൾ അകത്തെ കണ്ണ് പ്രകാശിച്ചിട്ട് പൗലോസ് പറയുന്ന പോലെ ഓരോ ദൈവത്തിലും പറയാനിടയായി തീരും, ഇതെല്ലാം ഞാൻ ചപ്പം നിന്നു, ഇതെല്ലാം ഞാൻ ചവറ നിന്നു, എന്റെ മുന്നിൽ പരമവളിയുടെ ഒരു ലാക്കുണ്ട്, അതിനായി ഞാൻ അതിന്റെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ് എന്ന് പറയുവാൻ തക്കവണ്ണം കഴിയുന്നത് ഈ അകത്തെ കണ്ണിനെ കാഴ്ച കിട്ടി കഴിയുമ്പോഴാണ്. അപ്പൊ ഇവരെല്ലാവരും ചെയ്ത കാര്യം എന്താണ്? അവരെ കുറിച്ച് നമ്മൾ വായിച്ചത്, അവർ വിശ്വാസത്താൽ അങ്ങനെ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവർ വിശ്വാസത്തിൽ മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവര് ദൂരെ നിന്ന് കണ്ടുകൊണ്ട് വിശ്വാസത്തിൽ മരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ വിശ്വാസത്തിൽ മരിക്കുവാൻ തക്കവണ്ണം ഇടയാകുകയുള്ളൂ. വിശ്വാസത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നാം മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, ഒരു ലോക മനുഷ്യന് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് വെച്ചു. മരിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിലുള്ള ചിന്ത, ഞാൻ ഇതെല്ലാം ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഇതെല്ലാം ഇട്ടേച്ചു പോകണമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് വിഷമമാണ്. ഞാൻ ചിലരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പ്രായമായി മക്കളെല്ലാം വന്ന് എപ്പോഴാ ശ്വാസം പോകുന്നത് എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ കാത്തിരിക്കുക, അംഗീകരിച്ചാകത്തില്ല. നോക്കി നോക്കി ഇരുന്നിരുന്ന് ആരോ ഒരു ബുദ്ധിമാൻ വന്നേച്ചു പറഞ്ഞു, പുള്ളിയെ ഈ കട്ടിലേൽ എടുത്തോണ്ട് ഈ പറമ്പിന്റെ എല്ലായിടത്തൂടെ ഒന്ന് നടക്കാൻ പറയും. നടന്ന സംഭവമാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, പലരും കേട്ടിട്ടുണ്ട്. കാരണം ഇത് ഇദ്ദേഹം അധ്വാനിച്ച് സേവ് ചെയ്ത് വരുത്തി കൂട്ടിയ സമ്പത്താണ്. ഇത് ഇട്ടിച്ചു പോകാൻ അങ്ങ് ഭയങ്കര വിഷമം. ഇതെല്ലാം കൊണ്ട് കാണിച്ച് വെച്ച് കട്ടിലെ കൊണ്ട് വീടിനകത്തോട്ട് കിടത്തി ശ്വാസം പോയി. ഈ ലോകക്കാരുടെ കാര്യം ഇതാണ്. ഇപ്പൊ നമുക്ക് വസ്തുവും ഒന്നും ഇല്ലെങ്കിലും നല്ല കാറും നല്ല വീടും ഒക്കെ ഇട്ടേച്ചു പോകാൻ വിഷമമുണ്ടെന്ന് വരികില്ലേ, വിശ്വാസത്തിലൊന്നും അല്ല മരിക്കുന്നത്. ഇത് നല്ല വീട്ടിൽ താമസിച്ചാലും പന്ന വീട്ടിൽ താമസിച്ചാലും നല്ല കാർ ഓടിച്ചാലും ഉടങ്കൊല്ലി കാർ ഓടിച്ചാലും ഇവിടെ അന്യരാണ്, പരദേശികളാണെന്ന് സമ്മതിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർക്കാണ് വിശ്വാസത്തിൽ മരിക്കുവാനായിട്ട് സാധിക്കുന്നത്.
അവരുടെ താല്പര്യം അവർക്ക് എന്താണ്? ഞാൻ കാത്തിരിക്കുന്ന ഒന്നുണ്ട്, അത് ഈ ലോകത്തിലുള്ളതല്ല. ഇന്ന് കാണുന്ന ഈ മണിമാലയല്ല, ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളൊന്നുമല്ല. ഞാൻ കാത്തിരിക്കുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം. ദൈവമക്കളെ, ഈ ലോകത്തിൽ നമ്മള് താമസിക്കുന്ന ഒന്നും വലിയ മാൻഷനോ ലക്ഷറിയോ ഒന്നും ഉള്ളതല്ലായിരിക്കും. എന്നാലും ഈ ചില വിവാഹത്തിനൊക്കെ പോകുമ്പോൾ നല്ല സിറ്റികളിലൊക്കെ പണമുള്ളവരൊക്കെ ആണെങ്കിൽ എടുത്തിരിക്കുന്ന ബിൽഡിംഗ്, അതിന്റെ ചാനലുകൾ തന്നെ കണ്ടാൽ എത്രയോ 10,000-കണക്കിന് ഡോളേഴ്സ് ഒക്കെ മുടക്കി അതിന്റെ തറയിൽ കൂടെ ഒക്കെ നടക്കാൻ തന്നെ തോന്നുന്നില്ല. ഇതൊക്കെ കാണുന്നുണ്ടേ എന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്നറിയാമോ? ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ കണ്ടുപിടുത്തം കൊണ്ട് ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ദൈവം തന്നെ സ്നേഹിച്ച് ജീവനെ തന്ന നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗം ലോകത്തിലെ ഒരു എഞ്ചിനീയറിന്റെ മനസ്സിൽ തോന്നാത്ത രീതിയിൽ വലുതാണ്. ലോകത്തിൽ ഒന്നും അതിനോട് പറ്റിയതായി അതിന്റെ അടുത്ത് പോലും വരുന്ന ഒന്നുമില്ല. ആ കാഴ്ചപ്പാടുള്ളവരാണ് സ്വർഗീയമായത് ആണ് നല്ലത് എന്ന് എണ്ണുവാൻ കൊണ്ട് ഇടയായി തീരുന്നത്. അപ്പോൾ ഈ ഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ സ്വർഗീയമായതിനെ ഏറ്റവും നല്ലതായി കരുതുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അവരെ കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. മരണം ഭാഗ്യമായി തീരുന്നത്, മരണം നല്ലതായി തീരുന്നത് ഈ അകത്തെ കാഴ്ചപ്പാട് ലഭിച്ചവർക്കാണ്. പുറമേ ഉള്ളത്, ഭൂമിയിലുള്ളത് താൽക്കാലികമാണ്, ക്ഷണികമാണ് എന്ന് ഓർക്കുന്നവർക്കാണ് അത് കഴിയുന്നത്. അവരുടെ ജീവിതത്തിൽ വിട്ടുപോകുന്നതിനെ ഓർക്കുവാൻ, തിരിച്ചു പോകാൻ ഇടയാകില്ല. കാരണം അവർ വിട്ടുപോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. എന്നാൽ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സ്വർഗീയമായത് ഏറ്റവും നല്ലതാണ്. ആ ഏറ്റവും നല്ലത് സ്വർഗീയമായത് കണ്ടെത്തിയവര് അവരുടെ അകത്തെ കാഴ്ച ലഭിച്ചതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ സ്വർഗീയമായത്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിൽ നാം ലഭിച്ചത്, അതിനെക്കുറിച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് മാണിക്യം. ഭൂമിയിലുള്ളതെല്ലാം മണ്ണാണ്, ഇതെല്ലാം അലിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് മണ്ണയെ പ്രതി മാണിക്യം വെടിയുവാൻ ഒരു ദൈവപൈതൽ ഇടയായി തീരുന്നത് ആ മാണിക്യത്തിന് വേണ്ടി, ആ നല്ലതിനു വേണ്ടി എപ്പോഴും കാത്തുകൊണ്ട് ജീവിക്കുവാൻ ഇടയായി തീരണം. വേദപുസ്തകം നമ്മള് പരിശോധിച്ച് നോക്കിയാൽ ഭൗതിക കാഴ്ചപ്പാടുള്ളവരെയും ആത്മീയ കാഴ്ചപ്പാടുള്ളവരെയും നമുക്ക് ധാരാളം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അബ്രഹാം, ലോത്ത്, ഇവരെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവര് രണ്ടുപേരും കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിച്ചുവല്ലോ, ഇസ്രായേലിലേക്ക് പോകുവാനുള്ള ഉപദേഷ്ടാവായി അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ ലോത്തായിരിക്കുമെന്നാണ് ചില വേദപണ്ഡിതന്മാര് പറയുന്നത്. ലോത്തിനെ അബ്രഹാമിന് ഈജിപ്തിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പക്ഷെ ലോത്തിന്റെ ഹൃദയത്തിൽ നിന്ന് മിസ്രൈം എടുത്തു കളയാനായിട്ട് അബ്രഹാമിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് താൻ മടങ്ങി വന്ന് കഴിഞ്ഞിടയ്ക്കുകയും താൻ നോക്കി, അച്ഛനെയും കണ്ണുകൊണ്ട് നോക്കി, സോദോം കിഴക്കുള്ള ദേശം അത് മനോഹരമായിട്ട് കണ്ടു. കൂടാരം അടിച്ചടിച്ചു പോയി, സോദോം വരെയും പോയി പാർത്തു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതവും നഷ്ടപ്പെട്ടു, സാക്ഷ്യവും നഷ്ടപ്പെട്ടു. ഇതാണ് ലോക മനുഷ്യന്റെ പ്രത്യേകത. അബ്രഹാമിന് സമ്പത്തുണ്ടായിണക്കി, അബ്രഹാമിന് ഒത്തിരി പ്രോമിസ് കിട്ടണക്കി, അബ്രഹാമിന്റെ നോട്ടമെല്ലാം ദൈവത്തിന്റെ മുഖത്തേക്കായിരുന്നു. സോദോം രാജാവെ, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയരുത്. ദൈവം മതി എനിക്ക്, ദൈവമാണ് എന്റെ പരിച, ദൈവമാണ് എന്റെ പ്രതിഫലം. ആ കാഴ്ചപ്പാടാണ് അബ്രഹാമിനുണ്ടായിരുന്നത്. അപ്പോൾ ആ ഭൗതിക കാഴ്ചപ്പാടുള്ള ലോത്തിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആത്മീയ കാഴ്ചപ്പാടുള്ളതായ അബ്രഹാമിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് അങ്ങനെയുള്ള ഒരു ദൈവ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടക്കുന്ന ഒരു ദൈവപൈതലിൽ നിന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഈ കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. അപ്പോൾ ഇന്ന് നാം കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതാണ് നിത്യം എന്നെണ്ണുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരേണ്ടത് അതുകൊണ്ടാണ്. മോശയുടെ ജീവിതത്തെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. മിസ്രൈമിലെ നന്മകളെല്ലാം മോശയ്ക്കുണ്ടായിരുന്നു. മിസ്രൈമിലെ സ്ഥാനം മോശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മിസ്രൈമിലെ നിക്ഷേപങ്ങൾ മോശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മോശയുടെ കണ്ണ് പ്രകാശിച്ചതിന്റെ ഫലമായി മോശയുടെ ചിന്താഗതി എന്താണ്? മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം ഞാൻ എണ്ണുവാൻ കൊണ്ടിടയായി തീർന്നു. ഈ കാഴ്ചപ്പാട് ഒരു ദൈവപൈതലിൽ നിന്ന് മാത്രമേ കാണുകയുള്ളൂ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർക്ക് മാത്രമേ കാണുകയുള്ളൂ. അല്ലാത്തവർക്ക് അത് കാണുവാനായിട്ട് കഴിയുകയില്ല.
കഴിയുകയില്ല. ഈ ഭൗതികമായ കാഴ്ചപ്പാടുള്ളവർക്ക് അല്ലെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തവർക്ക് ഭൂമിയിലുള്ളത് താൽക്കാലികമായിട്ടുള്ളത് ഇത് നല്ലതായിട്ട് തോന്നുന്നവര് അതിനുവേണ്ടി ആയിരിക്കും രാപ്പകലോടി നടക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എപ്പോ നോക്കിയാലും ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനമായിരിക്കും, ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടമായിരിക്കും, അതിനുവേണ്ടിയുള്ള പരക്കം പാച്ചിലായിരിക്കും. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും, ചുമ്മാതിരിക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ അവന്റെ ദൃഷ്ടിയെല്ലാം വരാൻ പോകുന്ന ലോകം, അവന്റെ ചിന്തയെല്ലാം വരാൻ പോകുന്ന രാജ്യം, കർത്താവ് നിൽക്കുന്ന രാജ്യം, അതിനെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി ആയിരിക്കും എപ്പോഴും അവൻ നടന്നുകൊണ്ടിരിക്കുന്നത്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ നടക്കുന്ന നമുക്ക് വളരെ പ്രയാസം തോന്നുന്ന കാര്യങ്ങളുടെ എല്ലാം പിന്നിലുള്ളത് എന്താണ്? അവർക്ക് ലോകത്തിലെ കാര്യങ്ങൾ വലുതായി കാണുന്നതുകൊണ്ടാണ്. ആത്മീയ ലോകത്തിലും ഇപ്പോൾ ഒരുപാട് അതങ്ങ് ബാധിച്ചിരിക്കുകയാണ്, ഒരുപാട് അതങ്ങ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ആത്മീയ ലോകത്തിലും നേതാക്കന്മാർ, കർത്താവ് വിളിച്ചു വേർതിരിച്ച അഭിഷിക്തന്മാർ സ്ഥാനത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. വോട്ട് പിടിക്കാൻ വേണ്ടി, ആളുകളെ വശത്താക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പൊ ക്രിസ്തീയ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ക്രിസ്തീയ വാരികകളൊക്കെ വായിച്ചു നോക്കിയാൽ അതിനകത്ത് എല്ലാ ചർച്ചകളുടെയും മേലുള്ളവര് സ്ഥാനത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടിയുള്ളതായ അധ്വാനത്തിന്റെ കഥകള്, സ്റ്റോറികൾ മാത്രമേ കേൾക്കാനുള്ളൂ. ഒരളവ് പറഞ്ഞാൽ ഇതെല്ലാം എന്തുകൊണ്ടാണ്? അകത്തെ കാഴ്ച കുറഞ്ഞതുകൊണ്ടാണ്. പുറമേ ഉള്ളത് ചേതാണ് വലുതെന്നുള്ള ചിന്ത വന്നതുകൊണ്ട് കർത്താവ് കൊടുക്കുന്ന അഭിഷേകത്തെക്കാൾ, കർത്താവ് കൊടുക്കുന്ന ശുശ്രൂഷയേക്കാൾ സ്ഥാനവും മാനവും ദൈവം കൊടുക്കുന്നെങ്കിൽ ഓക്കെ, അല്ല സ്വന്തം കഴിവുകൊണ്ട് ദൈവമക്കള് കൊടുക്കുന്ന ദശാംശം കൊണ്ട് വോട്ട് പിടിക്കുവാനും സ്ഥാനത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി പോകുന്നതൊക്കെ ഭൗതികമായത് വലുതായി കാണുന്ന ആ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. എന്നാൽ അധികം നല്ലത്, ഏറ്റവും നല്ലത് സ്വർഗീയമായതാണ് എന്ന് കാഴ്ചപ്പാട് ലഭിച്ചിരിക്കുന്നവർ അതിനുവേണ്ടി ഓടുന്നവരായിരിക്കും. അവരുടെ ജീവിതത്തിലെ വേറൊരു പ്രത്യേകതയോടെ ഉള്ളത് ഭൗതിക നന്മകൾ മാത്രമല്ല, ലോകത്തിലെ കഷ്ടതകളും താൽക്കാലികമാണ് നിന്നുവാൻ അവർക്കാണ് കഴിയുന്നത്. ലോകമനുഷ്യനൊക്കെ ജീവിതത്തിന്റെ കഷ്ടതകളും പീഡകളും ഉപദ്രവങ്ങളും വരുമ്പോൾ അത് സഹിക്കാൻ കഴിയാതെ അതിന് മുമ്പാകെ പതറിപ്പോകും. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കഷ്ടതകൾ മറ്റുള്ളവർക്ക് വരുന്നതിൽ അധികമായി ചിലപ്പോൾ വന്നെന്ന് വരാം. എന്നാൽ അവൻ പറയും, നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം തേജസ്സിന്റെ അത്യന്തം അനവധിയായ ഘനമായി തീരുന്നു. ഈ ലോകത്തിലെ കഷ്ടതകൾ സാരമില്ലാതെ നിന്നുവെന്നൊക്കെ ഇടയാകും. ഗുരുന്റെ ലേഖനത്തിൽ അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. പൗലോസ്, നമ്മൾ പൗലോസിനെ കുറിച്ച് പറഞ്ഞില്ല. പൗലോസിന്റെ ജീവിതത്തിൽ അവൻ ആ കാഴ്ചപ്പാട് ലഭിച്ചതിന്റെ ഫലമായി താനെല്ലാം ചപ്പം നെണ്ണി. അതിനു മുമ്പ് പൗലോസിന് ഒത്തിരി പറയാനുണ്ട്. ഈ ലോകത്തിലെ കാഴ്ചപ്പാടുള്ളവരെ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാൻ പൗലോസിനുണ്ടായിരുന്നു. എബ്രായരിൽ ജനിച്ച എബ്രായനായിരുന്നു, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനായിരുന്നു, പരീശനായിരുന്നു, പരീശന്റെ മകനായിരുന്നു. ഇതെല്ലാം തനിക്ക് പറയാനായിട്ടുണ്ട്. പക്ഷെ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ആ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ചവറം നിന്നുവാൻ, ചപ്പം നിന്നുവാൻ, ആ മുന്നിലുള്ള ലാക്കിലേക്ക് ഓടുവാൻ തക്കവണ്ണം ഇടയായി. തനിക്ക് അടിയേൽക്കേണ്ടതായിട്ട് വന്നു, നിന്നയേൽക്കേണ്ടതായിട്ട് വന്നു, ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വന്നു. തന്റെ ലേഖനങ്ങളിൽ നാം വായിച്ചു നോക്കിയാൽ പൗലോസ് എന്ന് പറയുന്ന ആ ധനികനായ ജ്ഞാനിയായ മനുഷ്യൻ ക്രിസ്തുവിന് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളുടെ ലിസ്റ്റ് എത്ര വലിയതാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു പോയല്ലോ എന്നല്ല പൗലോസ് പറഞ്ഞത്. പൗലോസ് തന്റെ ലേഖനങ്ങളിലൊക്കെ പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി നിന്ന അപമാനം ഒക്കെ കേൾക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. റോമാലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ഉയരത്തിലുള്ളതിനോ ആഴത്തിലുള്ളതിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുയേശുവുള്ള ദൈവസ്നേഹത്തിൽ നിന്നെ വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതാർക്കാണ് കഴിയുന്നത്? സ്വർഗീയമായതാണ് ഏറ്റവും നല്ലത്. ഭൗതികമായത് അതല്ല നല്ലത് എന്ന് കാണുവാൻ കണ്ണ് തുറന്നവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. പൗലോസിന്റെ ജീവിതത്തിൽ അങ്ങനെയാണ് കാണുവാൻ തക്ക ഇടയായി തീർന്നത്. പൗലോസ് അങ്ങനെ പുറമെയുള്ള കാര്യങ്ങളെ ഒക്കെയും അത് താൽക്കാലികമാണെന്ന് ചെറുതായി കാണുവാൻ ഇടയായി തീർന്നു. വലുതായി സ്വർഗത്തിലുള്ളത് കാണുവാൻ തക്ക ഇടയായി. ഇവിടെ നാം വായിച്ച ഭാഗത്ത് ഇനി പല കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ച് പറയുവാനായിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന ആ പ്രബോധനത്തിൽ 11:13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ പ്രസ്താവിച്ചത്. അവിടെ പറയുകയാണ്, ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി
ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് ദൈവസാഹിത്യ അടുത്ത ആഴ്ച ഒന്നുകൂടെ പ്രസ്താവിക്കാം. ദൈവം ആർക്കാണ് നഗരം ഒരുക്കിയിരിക്കുന്നതെന്ന് മേലുള്ള ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ലോകത്തിന്റെ മതങ്ങളെല്ലാം സ്വർഗം പ്രോമിസ് ചെയ്തുകൊണ്ട് വരുന്നത് കാണുന്നുണ്ട്. ആർക്കാണ് സ്വർഗം ലഭിക്കുന്നത്? ദൈവത്തിന്റെ വചനം ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. ആർക്കായിട്ടാണ്? ഇതിനു മേൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ആളുകൾക്ക്, വിശ്വാസത്തിന് വേണ്ടി നിന്ന ഭക്തന്മാർക്ക്, വിശ്വാസത്താൽ ദൈവപുത്രനുള്ള വിശ്വാസത്താൽ യാഗം കഴിച്ച ഹാവേലിനെ പോലെയുള്ളവർക്ക്, വിശ്വാസത്താൽ കർത്താവിനോട് ചേർന്ന് നടന്ന, ദൈവത്തോട് ചേർന്ന് നടന്ന ഹാനോക്കിനെ പോലെ അനുദിനം ജീവിതം നയിക്കുന്നവർ, വിശ്വാസത്താൽ നോഹയോട് കൽപ്പിച്ചതുപോലെ പ്രവൃത്തി ചെയ്യുന്നവർ, അനുസരിച്ച് ദൈവം പറഞ്ഞ അതുപോലെ ചെയ്യുന്നവർ, വിശ്വാസത്താൽ ദൈവം പറഞ്ഞ അതുപോലെ കേട്ട് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിനെ പോലെയുള്ളവർ, ഇവർക്കാണ് ദൈവം ഒരു നഗരം ഒരുക്കിയിരിക്കുന്നത്. അവരെ കുറിച്ചാണ് ദൈവം പറയുന്നത്, ഞാൻ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. വേദപുസ്തകമൊക്കെ നമ്മൾ പലയിടത്തും വായിച്ചു നോക്കുമ്പോൾ അവിടെയെല്ലാം ദൈവം എടുത്തെടുത്ത് പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ അബ്രഹാമിന്റെയും ഇസാഖിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. നമ്മളെ കുറിച്ച് ദൈവം അങ്ങനെ പറയുവാൻ തക്കോണം ആണ് നമ്മുടെ ജീവിതം ഓരോ ദിവസവും ആയിരിക്കുന്നത്. ഞാൻ ഇന്നാളെന്റെ ദൈവമാകുന്നു. വലിയവനായ ദൈവം, അത്യുന്നതനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച് അങ്ങനെ പറയത്തക്ക രീതിയിൽ നാം വലിയ കാഴ്ചപ്പാടുള്ളവരായി, ഈ ലോകമൊന്നുമില്ല, ഇത് മണ്ണാണ്, എന്നാൽ ഞാനൊരു മാണിക്യം കണ്ടിട്ടുണ്ട്, അത് സ്വർഗീയമായതാണ്, അത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നഗരമാണ്. ഇവിടെ എങ്ങനെ ജീവിച്ചിരുന്നാലും ഇത് സാരമില്ല, ഇത് ടെമ്പററി ആണ്, എന്നാൽ ഇതിനപ്പുറത്ത് നിത്യമായ ഒന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഓടുന്നത്. ആ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പൽക്കാലം നമ്മെ തന്നെ ദൈവസനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും.